നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. ചളവാക്കാതെ പോളെ. എന്തുകൊണ്ട് ദിലീപിന്റെ ബർത്ത്ഡേ എന്തുകൊണ്ട്? അതിന്റെ ഭാഗമായി 100 ചോദ്യങ്ങൾ. അതിൽ നിന്ന് അടുത്തെടുത്ത 3 ചോദ്യങ്ങൾ ഇതാ പിടിച്ചോ. So I first met Dileep at a flea market many years ago. So I met him and Deepthi at the flea market. So before that I had heard a lot about him from Madhu. I think it was in 2016 for the Onam event. I was witnessing a program which was a fusion dance combining Bharatnatyam, Kuchipudi, Tiruvadira, Kalari and some kind of Kalarvallam Chitana drums. So I was wondering who is this creative genius who conceptualized this fantastic program, and it was none other than Mr. Dileep Kumar. So that's how I met him. I met Dileep during like Onam 2014-15, that time frame. But we became really close after the Onams after the COVID time frame 2022-23, etc. Then and we've been close after all those. I think I met him few years back during some Onam meetings. Mm-hmm. When did you first meet Dileep? If I'm not wrong, I think we shifted in late 2012, early 2013. I think we came across each other when we were getting our place done. In fact, for our puja of the apartment, you guys were there. So I think that's probably the first time that we would have interacted. Well, when you think of Dileep and the first memory, there is no such first memory. He's always been there. That's the biggest thing when you think about Dileep. That he's been there like നമ്മുടെ ബോബനുമോളിയിലെ 1-2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എല്ലാം they'll be there in the storyboard, whatever the case may be. So Dileep has always been there. I can't really recollect one specific memory of introduction. He's always been there. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഓണത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു ഏറ്റവും ആദ്യം ഒരു ഓണം നടത്തി. ഏറ്റവും ആദ്യം ദിലീപ് ആൻഡ് ഗ്യാങ് നടത്തിയ ഒരു കോസ്മോപൊളിറ്റൻ ഓണത്തിന് നമ്മുടെ ശിരസ്കനായി മൊബൈലിലേക്ക് തല കുമ്പിട്ട് നടക്കുന്ന ഒരു പിഞ്ച് ബാലിനെ കണ്ടു. അതായിരുന്നു മറ്റേ പുള്ളിയുടെ തന്നെ പൊക്കമുള്ള പുള്ളി അജിത്ത്. ഞാൻ ദിലീപിനെ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നത് 2017 ഓണത്തിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. പുള്ളിയാണ് അതിന്റെ ഓൾ ഇൻ ഓൾ നടത്തിയിരുന്നത്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജസിലാണ്. അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഹൈ ബൈ ഇതേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിലാണ് മെയിനായിട്ട് ഞങ്ങൾ ഇന്ററാക്ട് ചെയ്തത്. ഞാൻ ദിലീപേട്ടനെ കാണുന്നതിന് മുന്നേ I heard about him like from Tattak members saying that okay, there is a person who knows to edit the videos or make videos or content creator or something like that. Then we met and actually the relationship starts there. Like we had a special bond, so we got to know each other very fast and we connected each other very fast. So like you are very special for me, Mr. Dileep. നമ്മൾ തമ്മിൽ കാണുന്നത് 2017 ഓണത്തിനാണ്. 2016 ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓണമൊന്നും വേണ്ട എന്ന് വിചാരിച്ച് എങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ന്യൂസ് വന്നു. പുതിയൊരു പടനായകൻ രംഗപ്രവേശം ചെയ്തു വിത്ത് ലോഡ് ഓഫ് എനർജി ആൻഡ് എന്തൂസിയാസം. പുള്ളി ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അടിപൊളിയായിട്ട് ഒരു ഓണം സെലിബ്രേഷൻ നടത്തി. വി ഓൾ എൻജോയ്ഡ്. താങ്ക് യു ഫോർ ദാറ്റ്. I think 2022 Onam, ഒരു തട്ടുക മീറ്റിംഗ്, ദാറ്റ്സ് വെൻ ഐ മെറ്റ് ഹിം ഫസ്റ്റ്. അവിടെ ഒരു ബ്ലൂ കളർഫുൾ ബൻഡാന ഒക്കെ ഇട്ട ഒരു ആൾ അവിടെ വലിയ ആളെ പോലെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും ഇൻട്രഡക്ഷൻ കൊടുത്തു ആൻഡ് ഹി വാസ് ലൈക്ക് ഐം ഫ്രം കൊച്ചിൻ. നൈസ്, നമ്മുടെ നാട്ടുകാരൻ, ആരാണ് ഇയാള്? ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ടു നോ അബൌട്ട് ഹിം. പിന്നെ കുറച്ചുകൂടി അടുത്തറിഞ്ഞു വന്നപ്പോൾ നമ്മുടെ കോളേജ്
XMEC, so he's my senior in college എന്ന് വിചാരിച്ചു. ദെൻ കുറച്ചുകൂടെ അറിഞ്ഞു വന്നപ്പോൾ ഓക്കെ നമ്മൾ തമ്മിൽ ഒരു 10-year ഗ്യാപ്പ് ഉണ്ട്, സോ നോ ചാൻസ് ഓഫ് കോമൺ ഫ്രണ്ട്സ് ഓർ എനിത്തിങ്, ആൻഡ് ദാറ്റ്സ് ഹൗ ഹി ബിക്കേം സൂപ്പർ സീനിയർ ഫോർ മീ. So I call him super senior because of that. I would have met Dilip for the first time. That part I don't remember, but what was memorable was the 2022 Onam and the world famous laser show in PSN. The first time I met Dilip was during the Onam celebration in PSN, and it was a fantastic laser light show which I really enjoyed. So once again, my dear brother, wishing you a fantastic 50th birthday. And God bless, and looking forward to meet you in person, and I hope you will definitely have a good blast on this 50th celebration. Thank you, dear brother. Hi Dilip, wish you a very happy birthday. ഞാൻ ഫസ്റ്റ് ടൈം ദിലീപിനെ കാണുന്നത് ഓണം സദ്യയുടെയിലാണ്. അന്ന് കണ്ടപ്പോൾ ചിരിച്ചു. അന്ന് പക്ഷെ ആരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ദിലീപാണ്, ചിൽഡ്രൻസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, നാം തോ സുനാ ഥാ. Anu, what is Dilip's favorite food? Do you know? Villa fry. Kiska? Dipti special. Oh, I think it's liquid diet. Paisam also. Only liquid food after 7 p.m. So that's his punchline. His favorite food is like cassata at 1 o'clock in the night. Yeah, as per me, it's idli. I think he can eat idli at any time of the day. I would guess appam, rice, fish curry. Dilip's favorite food, by popular choice, would be French fries. But I also think he has this quirk about maska bun maska, and off late briskets. But I think the universal favorite would be French fries. ചായ മിഡ്നൈറ്റ് ചായ, മിഡ്നൈറ്റ് ടീ. പിന്നെ ദോശയില്ലേ? ദോശയുണ്ട്, പക്ഷെ എല്ലാം പോകണം ദോശ. അത് മുരുകൻ ഇഡ്ഡലി കഴിക്കാം. ഓക്കെ, പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട് ദിലീപിന്റെ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചായ കുടിക്കണമെന്നേ. ഈ 50th ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അന്നെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ചായ കുടിക്കാൻ? എവിടെയെങ്കിലും ഒരു 6 മണിക്കൂർ പോയി കുടിച്ച 6 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാമെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകട്ടെ, ഒരു കുഴപ്പമില്ല. ഞാനും മാക്കോങ്ങളെ ബാക്കി ഡീൽ ചെയ്തോളാം. His favorite food, of course, idli. He will die for it. He's known within the circle as an idli psycho. He likes idli, and he boasts of having eaten 20-30 idlis at one go. What is Dilip Uncle's favorite food? His favorite food? That's the secret of his evergreen youth. Whatever he is eating, it's keeping him forever 25. Or 21? Forever 21. പൊറോട്ടയും ബീഫും മിഡ്നൈറ്റ് ഐസ്ക്രീം അറ്റ് ലേക്ക് വ്യൂ, ഇതൊക്കെയാണല്ലോ ഫോറെവർ 21ന്റെ സീക്രട്ട്. No, അതൊന്നുമല്ല. Everybody knows about his health plan. It is pure liquid diet. High on spirit, low on age. According to the Parota group, I think it's idli. So I'll go with it. There are many, but the one that stands out is the laser show that he has conducted in PSN for the first time. It was such a magnificent event that it was also the last ever time that it was conducted. So when I think of funny incidents after college, a lot of them, the most funny one which I wanted to narrate, but I think somebody else has taken it up, is plumber Shashi. Dipti, it's you. Well, there are several times he comes up with this, you remember, എടാ നിനക്ക് ഓർമ്മയില്ലേ അന്ന് ഞാൻ മീശ പകുതി പഠിച്ചു വന്ന ദിവസം അന്ന് നീ പോയി അങ്ങനെ ചെയ്തു. Now we can't even remember which semester it was, forget which day it was, and who the hell remembers when he shaved his mustache. But yeah,
Those are the minutest details that Dilip will remember and notice. ലേസർ ഷോ. ആ ലേസർ ഷോ നമ്മളെ അയ്യോ ആ ക്ലബ് ഹൗസിന്റെ സൈഡിൽ കൂടെ പോകുമ്പോണ്ടല്ലോ കണ്ണിങ്ങനെ കിടന്ന് എന്താണ് ഇന്ത്യ ഉണ്ടായി ഉണങ്ങാനിട്ട് തത്തയിൽ ലേസർ അടിപ്പിച്ച് 10,000 റെസിഡൻസിനെ പറ്റിച്ച ഏക വ്യക്തി അതാണ്. ആൾക്കാരെല്ലാം ഓടി ഇറങ്ങി വരുമോ ലേസർ ഷോ കാണാൻ. 2022 ഓണം സെലിബ്രേഷൻ്റെ സമയത്താണെന്ന് തോന്നുന്നു. നമ്മൾ പൈസ ഇല്ല, എവിടുന്ന് പൈസ കൊണ്ടുവരും, 2 ദിവസമെങ്കിലും നടത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ കാലത്ത് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു 40,000 രൂപ എടുക്കാനുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കളരി പ്രോഗ്രാം കൊണ്ടുവരായിരുന്നു, എല്ലാം സെറ്റാണ്, നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. എനിക്ക് ചിരിക്കണോ കരയണോ അതോ പുള്ളി 2 എണ്ണം പറയണോ എന്ന് പോലും തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതാണ് നമ്മുടെ ദിലീപേട്ടൻ. Oh, I got one. I think most people know about this. So we were coming back from Guruvayur in the morning. In the car, my parents were there. Sharon was there, and Dilip called, and the car, the whole thing, car in the speakerphone, Bluetooth speakerphone. I made a mistake of turning on in the speakerphone with everybody around. So the first thing that comes out of his mouth is the following statement. എന്താ സാർക്കേ അടിച്ച് ഓഫായി കിടക്കുകയാണോ? മണി 12 ആയി, എണീക്കട്ടെ. I was completely bowled. So I said something to the doll and they cut the phone. Then my mother told, എല്ലാം മനസ്സിലായി നമുക്ക്. So that is really funny and very embarrassing incident for me. But thanks Dilip, thanks a lot. Okay. Hey, hi Dilip. Hello. Long time. Hello. What's up? कितने दिन के बाद जिम आया? वर्कआउट कितने वेट पे कर रहा है? हल्का हल्का कर रहा है. हल्का कर मतलब नॉट वेरी लाइट वेट टुडे. ये light है? वेरी लाइट वेट. ये लाइट वेरी लाइट वेट टुडे. സജിമോൻ, താങ്കൾ അസ്വസ്ഥനാണോ? ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? നമുക്കൊന്ന് സേലം വരെ പോകണ്ടേ ഒരു ചായ കുടിക്കാൻ? എല്ലാം ഒരു സിൽസില അല്ലേ ദാസേട്ടാ? പോണ്ടേ? രാമേശ്വരം പോവാം, ഇഡ്ഡലി കഴിക്കണ്ടേ, ലേക്ക് വ്യൂ പോണ്ടേ? മത്തങ്ങാതല്ലേ? നിങ്ങൾ അസ്വസ്ഥനാണോ എങ്കിൽ 21-173 പോരൂ. അത് കുറവാ. 2003 ചായ കുടിക്കാൻ പോയാലോ? നിങ്ങൾ അസ്വസ്ഥനാണോ? ഇതാണ് ചോദ്യം. സോ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്യണ്ടേ? നമുക്ക് ഡിണ്ടിഗലിൽ പോയിട്ട് ഇഡ്ഡലി കഴിച്ചാലോ? ഓക്കെ, നമ്മളിങ്ങനെ വെറുതെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴോ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുമ്പോൾ പുള്ളി ചോദിക്കും, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്ന് ചോദിക്കും. സോ ദാറ്റ് സംതിങ് വിച്ച് ഐ ലൈക്ഡ്. ഒന്ന് പോ സാറേ. Yeah, that's about the next trip. Where, when, why, what's the delay, etc. That's main. So, നമ്മുടെ favorite topic of discussion is always food and food only. That's how we are connected. ചെറിയ ചെറിയ ടോപ്പിക്കുകൾ: ക്ലാര, ജോൺസൺ മാഷ്, മഴ, തേൻ, പറക്കൽ, പരാഗണം. ഇല്ല ഒരു പ്രാവശ്യം ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ സമയത്ത് എന്തോ കാര്യം വന്ന പുള്ളി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നല്ലോ. പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് എത്ര നേരമാണ് ഏതോ ഒരു ടോപ്പിക്, പക്ഷെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്താൽ എനിക്ക് തോന്നുന്നത് കക്ഷിക്ക് അത് ഒരു 15 മിനിറ്റ് ആണ് മിനിമം അതിനെ കുറിച്ച് സംസാരം. ചുരുളി മാറിയ ലൂപ്പ് അടിച്ചോണ്ടിരിക്കും. ഓക്കെ. His favorite topic of discussion is again around going out late nights in a car. So by around 12:15 he'll start. We'll go to Rameshwaram. We'll have idli. We'll have dosa. ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നെ റിച്ച് അല്ലേ?
ഇങ്ങനെ പോലെ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യ ഭൂലോകത്തില്ല കുഴിമടിയ. I think he's like a prankster in the group. He is an explorer, and he's an encyclopedia in what's happening in the business world. Beyond all of that, like if there is any like task or a project in his hand, like he will definitely make sure it's successfully completed. Now, at the same time, he's not bothered to take any credit from that. He's not worried about being in the center stage of that. So he's very assured about himself. That's something which I really like about himself. He's a very friendly person and one of the most popular children of PSN. And what I have observed is he is there always for his friends. Whenever someone needs some help, he is there. He is there always for his friends. Yeah. And that's one good thing I have always admired about him. Cool. Dilip is very conscious about how is seen, who is he with, how is he perceived, and he also gets very anxious very fast. So his anxiety shows. I can't call it a quirk, but then that's a thing about him. ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ദീപ്തി പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ല, മാന്യനാണ്, കണ്ട ഒരു ലുക്കൊക്കെ ഉണ്ട്, നല്ല ടൈയൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്ന ഒരു മാന്യൻ കാണുമ്പോ. അതെ, തെറ്റൊന്നും പറയാനില്ല. ചുള്ളൻ, ചുള്ളന്മാരിലെ ചുള്ളൻ. ചുപ്രേ. പുള്ളി ഒരു അടിപൊളി മനുഷ്യനാണ്. കാരണം പുള്ളിയുടെ ഐഡിയാസ് ഒക്കെ റിയലി ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസും കൊണ്ടുവരും. പുള്ളിയുടെ ഒരു വൈബും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈവൻ ഗോയിങ് ഔട്ട് ഫോർ ഇഡ്ലി അറ്റ് 12 o'clock പോലത്തെ ക്രേസി ഐഡിയാസ് തൊട്ട് എങ്ങനെ ഫോർ എക്സാമ്പിൾ ഓണം അറ്റ്മോസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ ഇതിലെല്ലാം പുള്ളിക്ക് നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. ഈവൻ നമ്മുടെ ഡെക്കോറും എല്ലാം പുള്ളിയുടെ ഒരു കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. He always likes quality time. I always felt like that. So as part of it, he likes meet his favorite people and having having fun with them and going out with them. So and always he do something special only. He won't do normal things. He will make something special. You are like a human energy drink. Enthusiasm overdose with a lot of side effects. ദിലീപ് നല്ലൊരു മനുഷ്യനാണ്. സത്യം പറയാലോ, ആളൊരു ഫ്രീക്കനാണ്. 2 ഡാർക്ക് കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ. അതാണ് keep like driving in different places, capturing the videos with background, some nice old songs, classic songs. Yeah, that's what I have seen. ബാക്കിയുള്ളവർക്ക് പാസ് ടൈം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫേവറേറ്റ് പാസ് ടൈം. വീട്ടിൽ സമാധാനമായിരിക്കുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി അവരുടെ പാസ് ടൈം അതാണ്. പിന്നെ സാറ്റർഡേ സൺഡേ രാവിലെ ഇറങ്ങുക, നല്ല മ്യൂസിക് ഒക്കെ വെച്ച് സീനറി ഒക്കെ കണ്ട് ഏതോ ലോകത്തോട്ട് പോകുന്നു. Favorite pastime, I think, taking the car and going outside and just enjoying Bangalore weather and posting that videos in many groups. His pastime? See, everybody thinks that it's about the food that keeps him young. But it's about the mindset. It just refuses to accept the fact that he's turning 50. Now that I agree to. 1 minute he's making videos using drones like a teenager, and the very next he's making his own family, friends, all jump to some crazy videos. The amount of content he has created surpasses what is there on Netflix. And when he's not doing that, he's with children's gang partying like it's still college. Driving around aimlessly early in the mornings in Bangalore and posting videos of it. His favorite pastime, as I understand, is roaming in his Creta, Tucson
Tucson. In his Tucson around PSN. And like whenever it rains, his first video would be of roaming around PSN in that car. And his favorite pastime is creating AI videos of his friends with in the most funniest ways possible. So other than his habit, his quirk that I have noticed in him, that he will never miss his chance to pull your leg. When somebody takes this trip, then that is his reaction, standard reaction. ഗുപ്തൻ എല്ലാം ഗുപ്തായിരിക്കും. പുള്ളിയുടെ പടം സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല, പുള്ളിയുടെ ഫോട്ടോ ഇടാൻ പാടില്ല, പുള്ളിയുടെ ഫേസ്ബുക്ക് നോക്കാൻ പാടില്ല, ഇൻസ്റ്റ ഇല്ല, ബ്ലോക്ക് ചെയ്തിരിക്കണം തോന്നുന്നു മൊത്തം. ഒരു പ്രൊഫൈൽ പിക്ചർ ഇല്ല, പുള്ളിക്ക് പ്രൊഫൈൽ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാറ് ഫുള്ള് മാസ്ക് ചെയ്ത് അതിനകത്ത് ജെയിംസ് ബോണ്ട് മാതിരി സ്വിച്ച് ഇടുമ്പോൾ ഫുള്ള് ഇരുട്ടാകും, സ്വിച്ച് ഇടുമ്പോൾ ഫുള്ള് മറ്റേ ലേസർ, അവിടെ ലേസർ. പിന്നെ വീട്ടിലാണെങ്കിൽ കക്കൂസിന്റെ വിൻഡോയ്ക്ക് വരെ കർട്ടൻ അവിടെ ഇല്ലേ, ശ്രദ്ധിച്ചിട്ട് നോക്കണം. പക്ഷെ അകത്തെ കക്കൂസ് നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ കക്കൂസിന് വരെ കർട്ടൻ ഇടുന്ന ഏക വ്യക്തിയാണ് നമ്മുടെ ദിലീപേട്ടൻ. പ്രൈവസി അതാണ് പുള്ളിക്കാരന്റെ മെയിൻ ഹാബിറ്റ്. When it comes to food, he's always the normal routine is like maybe around 9-10 p.m. he will say, "Nee asusthanano." So normally if someone asks me to go out for a drink, I will be always okay. But when he calls me, it's like pretty special. So I said, yes, go. Sometimes I ask, what is the plan? And then he will say, നമുക്ക് വഴി ഉണ്ടാക്കാം, എത്ര വഴികൾ കിടക്കുന്നു, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്നേ. Then he will say like that, and he makes the situation very funny. And he used to, we used to go outside for just tea or sometimes dosa or anything that sort. ബാംഗ്ലൂരിലെ റോഡുകളിൽ കൂടെ പഴയ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ കേട്ട് വണ്ടി ഓടിച്ച് നടക്കുക. ഐ തിങ്ക് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാണെന്ന് തോന്നുന്നു, ചെയ്യാൻ ഹാബിറ്റ്. 2 മണിയാകുമ്പോൾ ആളൊരു ദോശ മിഷനുമായിട്ട് കളത്തിലിറങ്ങും. രാമേശ്വരം കഫേയിൽ പോയി ചായ കുടിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് പോയി ഒരു ദോശ കഴിച്ചാലോ, സംഗീച്ചി നിങ്ങൾ കുഴപ്പമാണല്ലോ, നമുക്ക് ചായ കുടിക്കാൻ പോവാം എന്ന് പറഞ്ഞ് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചാണെങ്കിൽ പറയും. സോ the funniest thing is he will still be able to convince many of us before they realize what is happening. അവരൊക്കെ വണ്ടിയിലിരുന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടാവും. That's how he is. Initially, the first thing I've heard about you is that you make amazing cutlets. ഞാൻ കഴിച്ചിട്ടില്ല, I have not had that ഭാഗ്യം yet. പക്ഷേ കേട്ടിട്ടുണ്ട് that you make അടിപൊളി cutlets. And your wife has also told that it's a one-day affair in the kitchen for you. So എന്തായാലും നല്ല അടിപൊളിയായിരിക്കും. I think you can maybe give us all cutlets one day. So that's one fun fact. I don't know how many of you all have had it. പിന്നെ second one is, of course, yes, the troll guy. So എൻ്റെ friends, most of our Chillax friends have been a victim to his troll videos. So all of us are like, okay, നമ്മൾ ഏതെങ്കിലും പരിപാടിക്ക് മതിമറിഞ്ഞ് ഡാൻസ് കളിക്കുകയോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, if Dilip is around, please beware that you may get a troll video of yourself coming soon. So that's another thing about Dilip, troll video guy. പിന്നെ വേറെന്താ, yeah, then of course this is world, PSN overall, everybody knows Dronacharya Dilip. Yeah, so the man who brought the drone show to PSN, adoru unforgettable episode aanu. And yes, I think we can bring version 2 for upcoming Onam, and I think only you can pull it off, of course. So yeah, that's another thing. Then yes, of course, director Dilip, I can't forget that as well. So I think that was for another Onam where you had the Onam skit already. പക്ഷേ നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി. It was all fun times. പക്ഷേ എന്തോ we couldn't pull it off. So I think നമുക്കൊരു director Dilip from we can hope to see another Onam skit maybe come through
through your lens, director lens. So yeah, that's another avatar of Dilip that I know. ഒരു ഫാമിലി മാൻ എന്നൊക്കെ പറയുന്ന പോലെ ദിലീപ് ഒരു ഇഡ്ലി മാനാണ്. നല്ല ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഘോരമായ ട്രാഫിക്കിലും വീഡിയോസിലും അത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള സോങ് വെച്ചിട്ട് അത് അടിപൊളിയാണ്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് അത് സൂപ്പറാണ്, പറയാതിരിക്കാൻ പറ്റില്ല. I think one of the habits that I have seen is that he will take weird photos and pictures of people and he'll post it when they least expect it, and that will catch everybody off guard. I think that's a interesting, thing that I noticed about Dilip. You seem like somebody who would be interested in older rock and roll or maybe hard rock. Not sure. Elvis Presley, maybe Beatles, maybe Guns N' Roses, Led Zeppelin, but definitely the oldies. I'm not really sure if you would be fan of the recent ones that are in the arena right now. ഇപ്പൊ ജോൺസൺ മാഷൊക്കെ ആവുമ്പോൾ മിക്കവാറും ദാസേട്ടനായിരിക്കും പൊതുവെ എന്നാണ് എൻ്റെ ഒരു ഇത്. പുള്ളിയുടെ ഒരു ജനറേഷനെ പ്രായ ആൾക്കാരുടെ. നോ ഐഡിയ. പക്ഷേ സ്റ്റാറ്റസിൽ കുറേ ഹിന്ദി പാട്ടുകൾ കേൾക്കാറുണ്ട്. സോ സം ഹിന്ദി സിംഗർ മേ ബി. ദാറ്റ്സ് ഓൾ ഐ നോ. I would like to tell him to continue entertaining us like this and be more creative. നിങ്ങൾ വലിയ മനുഷ്യനാണ് മിസ്റ്റർ ദിലീപ് കുമാർ. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒക്കെ നിങ്ങൾ സഞ്ചരിക്കണം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് വൺസ് അഗൈൻ വെരി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഷിയേഴ്സ്. പട്ടായയിലെ ലേഡി ബോയ്സിന്റെ ഇടയിൽ, നീലക്കണ്ണുള്ള ഫ്രഞ്ച് സുന്ദരന്മാരുടെ ഇടയിൽ, ആമസോണിൽ മാത്രം കണ്ടുവരുന്ന ചില ജീവികളുടെ ഇടയിൽ ഒരേ ഒരു പേര് മാത്രം, ദിലീപേട്ടൻ. ദിലീപേട്ടൻ, ദിലീപേട്ടൻ. Happy 50th, Dilipeta. Now, what do I want to say to you? Well, it's your 50th, so wishing you a very, very happy birthday and another 50 to go at least. ഇനിയും അടുത്തൊരു 50th ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ആയുരാരോഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, വൺ ലൈൻ തീർന്നു കേട്ടോ. അതല്ല, എല്ലാത്തിനും ചേഞ്ച് ആഗ്രഹിക്കുന്നു. നിനക്ക് ഒരു ചേഞ്ച് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. All the dreams like tingle stars. The tingle stars like glowing gems. Yeppo. I don't have any pearls of wisdom to offer him. You are wise enough. ഇതിലും ആവശ്യത്തിൽ കൂടുതൽ വിസ്ഡം ഉണ്ട്, അതുകൊണ്ട് ഇത്രയും വിസ്ഡം മതി. Sure. Dear Dilip, keep exploring and continue to inspire the next generation. I can see your kids are so much inspired from him. And of course, a big credit goes to Deepthi for all the support. Enjoy your 50s like it's 20s and have a blast. Be like Dilipettan. Well, we have stayed across the hall for the last 12-13 years. I would really appreciate it if you grab a crate of beer, bring it over, so that we can talk more. ഈ ബുധനാഴ്ച എന്നുള്ളതിന് പകരം നമുക്ക് തിങ്കളാഴ്ച പോലെ തുടങ്ങിയാലോ ചായ കുടിക്കാൻ? അത് നല്ലൊരു ഇഷ്ടമായിരിക്കും. ഞാൻ കുറേ ആലോചിച്ചു. പക്ഷേ സോക്രട്ടീസിൽ ആരെങ്കിലും ബുദ്ധി ഉപദേശിക്കുമോ? അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പേൾസ് ഓഫ് വിസ്ഡം ഒന്നും പറയാനില്ല. Hello Dils, wish you a fantastic 50th birthday. Welcome to the elite club of wise individuals. So wishing you a very, very happy birthday, Dilipeta. So keep rocking. यार वापस करते हैं. अरे शंकर, ये दिलीप की 20th बर्थडे है या 50th बर्थडे? नहीं तुझे नहीं पता. 30 इयर्स से 20th बर्थडे सेलिब्रेट हुआ जा रहा है. ओह, तो दिस इज हिज 30th 20th बर्थडे. यस, हैप्पी बर्थडे दिलीप.
Happy birthday, Dilip. We love you. Happy birthday, Dilip uncle. Happy birthday. ഓക്കെ, അപ്പം വിഷിങ് യു എ വെരി ഹാപ്പി 50th ബർത്ത്ഡേ. 50 is now new 20. അതാണ് നമ്മുടെ നമ്മുടെ മുദ്രാവാക്യം. അതെ. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ബൈ ബൈ. Like best wishes for his 50th birthday. ഹാപ്പി ബർത്ത്ഡേ ദിലീപ് കേട്ടാ. അതെ, 50 പോലെ ഇല്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ കയറ്റുന്നില്ല. എന്നാലും യു റോക്ക് 50. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. എൻജോയ്. First of all, happy 50th birthday. എല്ലാവിധ ആരോഗ്യത്തോടുകൂടി ഇനിയുള്ള വർഷങ്ങളും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Happy birthday. Happy birthday to you. You live in us. Many, many happy returns to the Dilip. To many more single malls, old monks, porota beef, beef briskets, and a very, very adiboli life and year ahead. 50 and fantastic. Proof that legends only get better with age. Many more happy returns of the day, Dilip bhai. So happy 50th birthday once again. Please don't mature. നമുക്ക് നിങ്ങളുടെ ഒരു സെൻസിബിൾ വേർഷൻ ദിലീപ് 5.0 ഹാൻഡിൽ ചെയ്യാനുള്ള ഇമോഷണൽ കപ്പാസിറ്റി ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് സ്റ്റേ ഹൗവർ യു ആർ ആൻഡ് പ്ലീസ് കീപ് എൻ്റർടൈനിങ് അസ്. ഹാപ്പി 50th ബർത്ത്ഡേ ദിലീപേട്ട. ചുള്ളന്മാരുടെ രാജാവിന് 50ാം ജന്മദിനാശംസകൾ നേരുന്നു. Cheers to forever you. Happy birthday, Dilip. Happy birthday, Dilip, my super senior and food partner for Onam. Firstly, congratulations on hitting your fabulous 50, and that too in super shape and form. Great going. My dear brother Dilip, wishing you a fantastic 50th birthday and wishing you many more such wonderful celebrations in life. അപ്പോൾ ഇനിയും ലൈഫിൽ ഇതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളും ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം ഉണ്ടാകട്ടെ. വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലീസ് കഴിക്കാൻ പറ്റട്ടെ. കൂടുതൽ ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യാനും വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗെയിൻ വിഷ് യു എ വെരി ഹാപ്പി 50th ബർത്ത്ഡേ. Happy birthday, Dilip. Cheers to 50 amazing years and wishing you many more fabulous memories and moments ahead. Keep rocking for 50 plus years, Dilip. Come on, stay 18 till I die. Yes, yes, yes. Do it. Wishing you many, many happy returns of the day, Dilip. And be a forever 20. Hi Dilip bro, happy birthday. Wish you many, many more happy returns of the day. Thank you for being our Chulans president. You truly are an amazing person. Thank you for being there for all of us, the Porota party and the Tattakam group and everyone. We love you and wish you a happy birthday once again. Happy 50th birthday, Dilip. Many, many happy returns of the day, Dilip. You continue your jovial nature, really enjoying the way you make all the jokes on people. Secondly, I should not forget the silent cameraman. That is the one which keeps you completely different from others. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡ്രോണ് അതൊന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ. ഒരു ആഗ്രഹമുണ്ട് ഡ്രോൺ എഫക്റ്റ് ഒന്ന് പഠിക്കാനുള്ള. അപ്പം പിന്നെയും എന്നാൽ എന്തായാലും ഇപ്പോൾ 12 മണി ആയില്ലേ, നമുക്കൊരു ചായ കുടിക്കാനും പിന്നെ ഒരു ദോശയും ചിക്കൻ കറി കഴിക്കാൻ പോയാലോ? വാട്ട് ഡു യു സേ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അഗെയിൻ. ശരി, എൻജോയ് യുവർ ബർത്ത്ഡേ. പൂന്തേൻ തേനും പൂങ്കാറ്റേ
ആടിപ്പാടാൻ നീയും പോരാമോ? ആര്യൻ കാവിൽ വേല കഴിഞ്ഞു, ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാം. ചെല്ലപ്പൂൻ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം. രാവിൽ പൂന്തേൻ പേരും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ? തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമരി പെയ്യുമ്പോൾ അറിനാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമരി പെയ്യുമ്പോൾ അറിനാരാമമാകുന്നു രാവിൽ. വെള്ളി നിലാവിൽ വെൺപട്ടു ചൂടും ആറിൻ പൂമണി മാറി. അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ നാടൻ കാറ്റിൽ നറുമണം. രാവിൽ പൂന്തേൻ പേരും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ? മാനത്തെ മാറാപ്പിൽ മിന്നും മാണിക്യ കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പ് പേറുന്നു രാവ്. മാനത്തെ മാറാപ്പിൽ മിന്നും മാണിക്യ കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പ് പേറുന്നു രാവ്. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിനതു പറഞ്ഞാടി. അല്ലിപ്പൂത്താലം കാറ്റിലുലഞ്ഞു ആമ്പളൊന്നലിഞ്ഞാടുമ്പോൾ തൂളിപ്പോയി പരിമളം. രാവിൽ പൂന്തേൻ പേരും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ?